ഹബീബിന്റെ ആ ഒരു യാത്ര വിശദീകരിച്ചു കൊടുത്തപ്പോ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങളുടെ കൂട്ടുകാരൻ ഇന്നലെ ഇവിടുന്ന് അക്സയിൽ പോയി, അക്സയിൽ നിന്ന് 7 ആകാശവും അപ്പുറവും കടന്ന് തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പറയുന്നു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അതുവരെ അറിയപ്പെടുന്നതാണ് അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ, അബൂ ഖുഹാഫയുടെ മകൻ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുമ. ആ സിദ്ദീഖ് എന്നവരെ ഒരൊറ്റ മറുപടി കൊടുത്തത്, എന്റെ നബി നിങ്ങളോടത് പറഞ്ഞു, ഞാനത് വിശ്വസിച്ചിരിക്കുന്നു, എനിക്ക് വേറെ ഒരു തെളിവും വേണ്ട എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ സമയത്താണ് അത്രക്ക് ഈമാനുള്ള മഹാൻ എന്ന അർത്ഥത്തിൽ സിദ്ദീഖ് എന്ന പേര് മഹാനായ അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ റളിയല്ലാഹു അൻഹുമക്ക് അല്ലാഹുവിന്റെ ഹബീബ് ചാർത്തി കൊടുക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞു, ലോകത്ത് ഇതേവരെ വന്ന മുസ്ലിമീങ്ങൾ, തങ്ങളുടെ സ്വഹാബികളും ഇനി ലോകാവസാനം വരെ വരാൻ അല്ലാഹുവിന്റെ ദീനിന്റെ അനുയായികൾ ഖൽബിന്റെ ഉള്ളിലെ ഈമാൻ അങ്ങ് പഠിച്ചെടുത്ത് ഒരു തുലാസിലും സിദ്ദീഖ് തങ്ങളുടെ ഈമാൻ മറ്റൊരു തട്ടിലും വെച്ചാൽ സിദ്ദീഖ് തങ്ങളുടെ ഈമാനിനാണ് കനം തൂങ്ങുക എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി